അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പാകിസ്ഥാനും ഇസ്രായേലും ഒന്നിക്കുകയാണ്. വെറുതെ പറയുന്നതല്ല, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ യുദ്ധം ഒഴിവാക്കിയ മഹാനായ മനുഷ്യനാണ്. ആ മഹാനായ മനുഷ്യന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് പാകിസ്ഥാനാണ്. ഇത് പറയുന്നതിനും ആഴ്ചകൾക്ക് മുമ്പ് വരെ അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചാണ് പാലസ്തീനിലെ കുട്ടികളെയും സ്ത്രീകളെയും അടക്കം കൊന്നൊടുക്കുന്നത് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷെ പെട്ടെന്ന് പാകിസ്ഥാൻ കളം മാറ്റി ചവിട്ടുന്നു. അമേരിക്കയും ട്രംപും അവർക്ക് പ്രിയപ്പെട്ടവരായി മാറുന്നു. ട്രംപ് അവരുടെ ഗോഡ് ഫാദർ ആയിട്ട് മാറുന്നു. ഇന്ത്യയുമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ആണവ യുദ്ധം അത് ഒഴിവാക്കിയതിന്റെ പേരിൽ മഹാനായ ട്രംപിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞ് പാകിസ്ഥാൻ ട്രംപിന്റെ ഇഷ്ടം നേടി. ട്രംപിന് ഭയങ്കര സന്തോഷമായി. ട്രംപ് പലപ്പോഴും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒക്കെ പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞതിന് നന്ദിയൊക്കെ അറിയിച്ചു. മാത്രമല്ല, പാകിസ്ഥാന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ഡോളറുകൾ കൊടുക്കാനും സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പൊ അതിന് പിന്നാലെ ഇതാ അടുത്ത് വീണ്ടും നമ്മുടെ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആണ്. അതായത് ട്രംപ് വഹിച്ചൊരു പങ്ക്, സമാധാനം കെട്ടിപ്പടുക്കുന്നതിൽ ട്രംപ് വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി നിരവധി പ്രദേശങ്ങളിൽ അദ്ദേഹം സമാധാനത്തിന്റെ ദൂതനായി. അതിനാൽ മിസ്റ്റർ പ്രസിഡന്റ്, ഞാൻ നോബൽ കമ്മിറ്റിക്ക് അയച്ച കത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. സമാധാന സമ്മാനത്തിന് നിങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു. താങ്കൾ അത് അർഹിക്കുന്നു. നിങ്ങൾക്ക് ഇത് ലഭിക്കണം. ഇസ്രയേലികളുടെ മാത്രമല്ല, ജൂത ജനതയുടെയും ലോകമെമ്പാടുമുള്ള നിരവധി ആരാധകരുടെയും അഭിനന്ദനവും ആദരവും ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രസിഡന്റിന് അസാധാരണമായ ഒരു ടീമുണ്ട്. വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ഞങ്ങളുടെ ടീമുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് കരുതുന്നു. ട്രംപിനോട് നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ്. സമാധാനവും സുരക്ഷയും പിന്തുടരാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ട്. മധ്യപൂർവ്വ ദേശത്ത് സമാധാന വക്താവ് എന്ന് സ്വയം വിശേഷിപ്പിച്ച ട്രംപ് നാമനിർദ്ദേശത്തിൽ അത്ഭുതം രേഖപ്പെടുത്തി. അയ്യോ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. വാവ്, വളരെ നന്ദിയുണ്ട് കേട്ടോ. സമാധാനത്തിന്റെ ഒരു നോബൽ സമ്മാനം കൂടെ കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. ഒബാമയ്ക്ക് പണ്ടേ കിട്ടിയപ്പോഴേ ഞാനൊന്ന് നോട്ടമിട്ടതാണ് എന്നുള്ള രീതിയിൽ ട്രംപ് ഒന്നും അറിയാത്ത ആളെ പോലെ, എല്ലാം ട്രംപിനെ അറിയാം പക്ഷെ ഒന്നും അറിയാത്ത ആളെ പോലെ അത്ഭുതം പ്രകടിപ്പിക്കുന്നതും കാണാം. അതായത് വളരെയധികം നന്ദിയൊക്കെ നെതന്യാഹുവിനോട് അദ്ദേഹം പറയുകയും ചെയ്തു. ഇവിടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരു കോമൺ ഫാക്ടർ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ, ഈ പാകിസ്ഥാൻ എങ്ങനെയാണ് അമേരിക്കയോട് വിധേയത്വം പ്രകടിപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുന്നു, ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടാവുന്നു, പാകിസ്ഥാനിലെ എയർബേസുകൾ തകർക്കപ്പെടുന്നു, ഇന്ത്യ അടുത്ത ഘട്ടം വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡേറ്റകൾ വെച്ചാണ് ഞാനത് പറയുന്നത്, മിലിറ്ററിയുടെ തന്നെ വക്താക്കളിൽ നിന്ന് മനസ്സിലായതനുസരിച്ച് ഇന്ത്യ അടുത്ത ഘട്ടം ഈ അവരുടെ എയർബേസ് ഒക്കെ തകർത്തതിന് ശേഷം അടുത്ത അടിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. സ്വാഭാവികമായി ചൈനയുടെ ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും മറ്റുമൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് ചൈന പാകിസ്ഥാന് കൈമാറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നീക്കങ്ങൾ ചൈനയ്ക്ക് അറിയാമല്ലോ. ചൈന സ്പേസിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യക്കും തിരിച്ചറിയാം ചൈനയിൽ എന്ത് നടന്നാലും. ഇത് സ്പേസ് പവേഴ്സ് എന്ന നിലയ്ക്ക് ഇന്ത്യക്കും ചൈനയ്ക്കും മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ കഴിയുമെങ്കിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒക്കെ അതിന് സാധിക്കും. പാകിസ്ഥാൻ ഒന്നും ഒരു സ്പേസ് പവർ അല്ലാത്തതുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളിലൂടെയുള്ള വിവരങ്ങൾ കിട്ടുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ഇന്ത്യയുടെ നീക്കങ്ങൾ ചൈനയ്ക്ക് നിരീക്ഷിക്കാൻ സാറ്റലൈറ്റുകളിലൂടെ സാധിക്കും. അങ്ങനെ ചൈന വിവരങ്ങളെല്ലാം പാകിസ്ഥാന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി, പണി പാളി, എവിടെ നിന്നോ പണി വരും, അടുത്ത പണി തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല, വലിയ പ്രശ്നമാവും ഒന്ന് മനസ്സിലായി. പാകിസ്ഥാൻ ചിലപ്പോൾ അമേരിക്കയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്ത്യ അടുത്തൊരു അടിക്ക് തയ്യാറെടുക്കുകയാണ്. ഈ അടി കൂടി ഇന്ത്യ അടിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പണി തീർന്നു, പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല, ഞങ്ങൾ ചിലപ്പോൾ ആണവായുധം ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇന്ത്യയുടെ തിരിച്ചടി അങ്ങനെ ആയിരിക്കും. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇന്ത്യ വലിയൊരു തിരിച്ചടിക്കാണ് തയ്യാറെടുക്കുന്നത്, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അമേരിക്ക പറയുന്നു, ഇതിനകത്ത് ഞങ്ങൾക്ക് ഇടപെടാൻ പരിമിതികളുണ്ട്, എന്തായാലും ഞങ്ങൾ ഇന്ത്യയുമായി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. JD വാൻസ് ഇന്ത്യയെ വിളിച്ചു കാണും. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം നീട്ടിക്കൊണ്ടു പോകണമെന്ന് താല്പര്യമൊന്നുമില്ല, പക്ഷേ ഈ യുദ്ധം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളല്ല തുടങ്ങിയത്, പാകിസ്ഥാനാണ്. അപ്പോൾ അവർ വിളിച്ച് പറയണം, ഞങ്ങളുടെ മിലിറ്ററിയുമായിട്ട് അവർ സംസാരിക്കണം, അവർ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് അവർ വിളിച്ച് പറയണം, അവർ റിക്വസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് സാധിക്കൂ എന്ന് ഇന്ത്യ തീർച്ചയായിട്ടും അമേരിക്ക അറിയിക്കുന്നു. സ്വാഭാവികമാണ്. അതിപ്പോൾ ഇറാൻ ഇന്ത്യയെ വിളിച്ച് പറഞ്ഞാലും അമേരിക്ക പറഞ്ഞാലും അതിപ്പോൾ നാളെ റഷ്യ പറഞ്ഞാലും ഇന്ത്യ ഈ മറുപടി ആയിരിക്കും പറയുക.
അമേരിക്ക ഈ കാര്യം പാകിസ്ഥാനെ അറിയിക്കുന്നു. ഉടനെ തന്നെ പാകിസ്ഥാന്റെ മിലിറ്ററി വക്താവ് ഇന്ത്യയിലേക്ക് വിളിക്കുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ദയവായിട്ട് നിങ്ങളത് ചെയ്യരുത്, ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, നിങ്ങൾക്കും അത് തയ്യാറാണോ, നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇന്ത്യ സംസാരിച്ചിട്ടുണ്ടാകണം ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് വെടിനിർത്തൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ അതിനുശേഷം ഈ പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയോട് ഭയങ്കരമായിട്ട് നന്ദി കാണിക്കുകയാണ്. അതായത് ട്രംപിനെ പുകഴ്ത്തി പാടുന്നു, ഭയങ്കരമായ നന്ദി. ഒരു രാജാവിനോട് ഭൃത്യൻ കാണിക്കുന്ന ഒരു നന്ദി പ്രകടനം, അല്ലെങ്കിൽ ഒരു വലിയ സാമ്രാട്ടിനോട് അല്ലെങ്കിൽ ഒരു വലിയ ചക്രവർത്തിയോട് ഒരു സാമന്ത രാഷ്ട്രത്തിന്റെ തലവൻ കാണിക്കുന്ന വിധേയത്വം, ഇത് നമുക്ക് അവിടെ കാണാമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ സുഹൃത്താണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ. പക്ഷെ ഇസ്രായേലും പാകിസ്ഥാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇസ്രായേൽ ഇന്ന് അമേരിക്കയോട് കാണിക്കുന്നത് പാകിസ്ഥാൻ അമേരിക്കയോട് കാണിക്കുന്ന വിധേയത്വമാണ്. വിധേയത്വം തന്നെയാണ്. കാരണം നെതന്യാഹു ട്രംപിനെ പുകഴ്ത്തിപ്പാടുകയാണ്. വലിയ സാമ്രാട്ടിനെ സാമന്തൻ പുകഴ്ത്തിപ്പാടുന്നത് പോലെ ട്രംപിന്റെ മാഹാത്മ്യങ്ങൾ പറയുകയാണ്. ട്രംപിന് നോബൽ സമ്മാനം കിട്ടണമെന്ന് പറയുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെ സഹായിക്കുന്നത് കൊണ്ട് അമേരിക്ക ഇറാനെതിരായ യുദ്ധത്തിൽ സഹായിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പവർ, ഇസ്രായേലിന്റെ സ്ട്രെങ്ത് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. ഹമാസിനെതിരായ യുദ്ധത്തിൽ സഹായിക്കുന്നുണ്ട്. അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഇസ്രായേലിന് ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ കുറെ പേർക്ക് മനസ്സിലാവണമെന്നില്ല. പലരും വിചാരിക്കുന്നത് ഇസ്രായേൽ അമേരിക്കയേക്കാൾ പവർഫുൾ ആണെന്നൊക്കെയാണ്. ജൂതന്മാർക്ക് ബുദ്ധിയുണ്ട്. ജൂത സമൂഹം എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്. അതിപ്പോൾ നമ്മുടെ പാഴ്സികൾ മോശമാണോ, ക്രിസ്ത്യൻസ് മോശമാണോ, മുസ്ലിംസ് മോശമാണോ, ഹിന്ദുക്കൾ മോശമാണോ? എല്ലാ മനുഷ്യർക്കിടയിലും ഈ പറയുന്ന ബുദ്ധിരാക്ഷസന്മാരൊക്കെ ഉണ്ട്. ജൂത സമൂഹവും അതുപോലെ തന്നെയാണ്. അവർ വളരെ ചെറിയൊരു വിഭാഗമാണ്. ഉള്ളതിൽ ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അവർ എപ്പോഴും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത്. പാഴ്സികൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇന്ത്യക്കാർ മോശമാണോ? ലോകത്തെ വമ്പൻ കമ്പനികളിലൊക്കെ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരാണ്. ലോകത്തെ പ്രഗത്ഭരായ എത്രയോ സയന്റിസ്റ്റുകൾ ഇന്ത്യൻസ് ആണ്. പിന്നെ നമ്മുടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ എല്ലാ ഇന്ത്യക്കാരും ഭയങ്കര ബുദ്ധിരാക്ഷസന്മാരാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ജൂതന്മാർ വളരെ പോപ്പുലേഷൻ കുറവാണ്. ഉള്ളത് പക്ഷേ അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെയാണ്. അതുകൊണ്ടാണ് അവർ എപ്പോഴും ആ തരത്തിൽ പറയുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ അമേരിക്കയുടെ മറ്റൊരു സാമന്ത രാഷ്ട്രം മാത്രമാണ് ഇസ്രായേൽ എന്ന സത്യം നകുലൻ അറിഞ്ഞു തുടങ്ങുകയാണ്. സീരിയസ്ലി ഇസ്രായേലിനെ സ്നേഹിക്കുന്നവർ അറിഞ്ഞു തുടങ്ങുകയാണ്. കാരണം യഥാർത്ഥത്തിൽ അമേരിക്കയാണ് ഇവിടെ ബോസ് എന്ന് പറയുന്നത്. ആ ബോസിന്റെ കീഴിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്, അതിപ്പോ പാകിസ്ഥാൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും. എന്തുകൊണ്ടാണ് ട്രംപിന് ഇന്ത്യയുടെ നീരസം എന്ന് ചോദിച്ചാൽ ഇന്ത്യ അതിന് കിട്ടുന്നില്ല. ചിലപ്പോ നാളെ നോബൽ സമ്മാനം കൊടുക്കുന്ന ഒരു ചർച്ച വരുമ്പോ ഇന്ത്യയും ചിലപ്പോൾ പറഞ്ഞാൽ ഓ ട്രംപിന് കൊടുത്തോ എന്ന് പറയുമായിരിക്കാം ഇന്ത്യയുടെ പ്രതിനിധി, നമുക്കറിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് വിധേയത്വമാണ്. രാജാവിനോട് സാമന്തൻ കാണിക്കുന്ന വിധേയത്വമാണ് നെതന്യാഹു ട്രംപിനോട് കാണിക്കുന്നത്. അവിടെ നമുക്ക് തുല്യത കാണാൻ കഴിയില്ല. ട്രംപ് ഒരു ബോസിനെ പോലെ, ചക്രവർത്തിയെ പോലെയാണ് കാണുന്നത്. ആ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിന് കീഴിൽ വരുന്ന ഒരു സാമന്തൻ മാത്രമാണ് നെതന്യാഹു. അതായത് പാകിസ്ഥാനെയും ഇസ്രായേലിനെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. രണ്ടുപേരും അമേരിക്കയുടെ മുമ്പിൽ വിധേയപ്പെട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയിട്ട് പാകിസ്ഥാനും ഇസ്രായേലും ഒന്നിക്കുകയാണ് സത്യത്തിൽ. എന്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ ആണവായുധത്തെ ഇസ്രായേൽ കാര്യമായി എടുക്കാത്തത് എന്ന് ചോദിച്ചാൽ മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ ഗ്യാരണ്ടിയാണ്. എന്ന് വെച്ചാൽ അമേരിക്ക ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാന്റെ ആണവായുധം ഒരിക്കലും ഇസ്രായേലിനെതിരെ വരില്ല എന്ന്. ആ ഉറപ്പും ആ ഒരു ഗ്യാരണ്ടിയുമാണ് ഇസ്രായേലിന് പാകിസ്ഥാൻ ആണവായുധത്തെക്കുറിച്ച് ആശങ്ക തോന്നാത്തതിന്റെ കാരണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.